നമ്മൾ നല്ലവരാണോ എന്ന് ആദ്യ സർട്ടിഫിക്കറ്റ് തരേണ്ടത് മഹല്ല് കമ്മിറ്റി അല്ല, നാട്ടിലത്തെ ജനകീയ കൂട്ടായ്മ അല്ല അവാർഡ് തരേണ്ടത്. നമ്മൾ നല്ലവരാണോ എന്ന് ആദ്യം പറയേണ്ടത് ആരാന്നറിയോ? നമ്മുടെ ഭാര്യയാണ്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമ്മൾ നല്ല മനുഷ്യരാണ്. എന്തേ കാരണം എന്നറിയോ? ബാക്കിയൊക്കെ നമ്മൾ ഒപ്പിക്കല. ഇപ്പൊ നിങ്ങൾ എന്തൊരു നല്ല മക്കളായിട്ടാണ് നിൽക്കണത്, ഇവിടെ ഇരിക്കണത്. ഞാൻ എന്തൊരു നല്ല മനുഷ്യനായിട്ട് ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ ഉസ്താദന്മാരുണ്ട്, മുച്ചാലിമീങ്ങളുണ്ട്. നമ്മളെ തനി സ്വഭാവം പെരീക്കത്തേലേ അറിയുള്ളൂ, അല്ലേ? വീട്ടിൽ നമ്മൾ നല്ലവരാണോ? അതോ നബി നിങ്ങൾ പറയാം, നിങ്ങളുടെ കാട്ടിക്കൂട്ടലൊന്നും വേണ്ട, നിങ്ങൾ ആരെയും പേടിക്കാതെ ജീവിക്കുന്ന സ്ഥലം നിങ്ങളുടെ വീടാണ്. അവിടെ നിങ്ങൾ നല്ല മനുഷ്യനാണോ? വാപ്പ വരുമ്പോ മക്കൾക്ക് ഇഷ്ടമാണ്, വാപ്പ വരുന്ന വാപ്പ എപ്പോഴാ വരിക എന്ന് മക്കൾ കാത്തിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വാപ്പയാണ് നിങ്ങളെങ്കിൽ ഭാര്യ വിചാരിക്കാൻ, പഠിച്ചോനെ എപ്പോഴാണാവോ എന്റെ ഭർത്താവ് ഒന്ന് വരുന്നത്, ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭാര്യ. ചിലരുടെ ഭർത്താവ് ഇപ്പൊ വരാൻ നേരായിട്ടുണ്ട്, മക്കളെ കട്ടക്കാലപ്പ തുടങ്ങട്ടോ, അയാൾ വരാതിരുന്നാ മതിയായിരുന്നല്ലോ, ബൈക്ക് കുത്തിമറിഞ്ഞ് വീടാ മതിയായിരുന്നു, ഈ വീട്ടിൽ കടക്കാതിരുന്നാ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, നേരെ മറിച്ചാണോ? ഇതാണ് നിങ്ങളെപ്പറ്റി മലക്കുകൾ നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റ്, വീട്ടിനുള്ളിലെ സർട്ടിഫിക്കറ്റാണ്. അല്ലാതെ നാട്ടിൽ നമ്മൾ നല്ല പ്രാസംഗികനാവാം, നല്ല അധ്യാപകനാവാം, നല്ല പഞ്ചായത്ത് പ്രസിഡന്റാണ്, നല്ല മെമ്പറാണ്, അങ്ങനെ തന്നെ. അടുത്ത പ്രാവശ്യം ജയിക്കണമെങ്കിൽ ചിരിച്ചല്ലേ പറ്റൂ. ഏത് ചിരിക്കാത്തവരും ചിരിക്കും, അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലാ പോണത്.